ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സിംപ്ലി ദുർഗ. ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ സാധാരണ നിങ്ങൾക്കറിയാം വീട്ടിലിരുന്നിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. എൻ്റെ ട്രെയിനർ വീട്ടിൽ വരും. അങ്ങനെ വീട്ടിലിരുന്നിട്ടാണ്, പ്രീവിയസ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, വീട്ടിലിരുന്നിട്ടായിരുന്നു ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. അതൊന്ന് പെട്ടെന്ന് എനിക്ക് കുഞ്ഞിനെ വിട്ടു നിൽക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടും, ഇവിടെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ കുഞ്ഞു കരയുന്ന സമയത്ത് ഞാൻ തൊട്ടിലാട്ടും, അതിൻ്റെ ഇടയിൽ ഞാൻ വർക്കൗട്ട് ചെയ്യും, അങ്ങനെയായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി എനിക്ക് ആ ഒരു മണിക്കൂറാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. ആ ഒരു മണിക്കൂർ എനിക്ക് അതിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നൊരു ദിവസം ഞാൻ വിചാരിച്ചു, ശരി ഞാൻ എന്നാലൊന്ന് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ. സാധാരണ, അതായത് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ പൊക്കൊണ്ടിരുന്നതാണ്. എനിക്കിവിടെ വരുന്ന ട്രെയിനർ ഇല്ലേ, ദിബു, നമുക്കന്ന് എക്സസൈസ് ഒക്കെ കാണിച്ചിരുന്നില്ലേ. അപ്പൊ ദിബുവിന് തന്നെ അന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിബുവിന് ഡ്രാഗ് ഫിറ്റ് എന്നൊരു ജിം ഉണ്ട് കാക്കനാട് തന്നെ. അപ്പൊ ഞാൻ അവിടെയായിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ആ പടികൾ ചവിട്ടാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. അറിഞ്ഞുകൂടാ എത്ര സമയം എനിക്ക്. സാധാരണ എന്തിനെങ്കിലും ഒന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് അവളെ മിസ് ചെയ്യാൻ തുടങ്ങും. യൂഷ്വലി ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് തന്നെ കുറച്ച് കഴിയുമ്പോൾ മിസ് ചെയ്യുമ്പോൾ ഞാൻ ഫോണിൽ ഇടയ്ക്ക് എടുത്ത് നോക്കും, അവളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കും. പിന്നെ ഞാൻ ഓരോ 5 മിനിറ്റിലും വീട്ടിലേക്ക് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞ് കരയുന്നുണ്ടോ, അവൾ ഓക്കെ ആണോ, ഉറങ്ങുവാണോ, എന്താന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നെങ്ങനെയാണെന്നറിയില്ല, നമുക്ക് എന്തായാലും ജിമ്മിൽ പോകാം. 1 മണിക്കൂർ എനിക്ക് വേണ്ടി മാത്രമായിട്ട്, വേറെ ഒന്നും എൻ്റെ മൈൻഡിലേക്ക് കടക്കാതെ, ദിവസത്തിൽ 1 മണിക്കൂറല്ലേ, വേറെ ഒന്നും ചിന്തിക്കാതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യട്ടെ, അല്ലേ? അപ്പം പോവാം. പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ തിരിച്ചു വരും എന്നൊക്കെ പറയുന്ന പോലെ. എന്താ പറയാ, ദിബു എൻ്റെ ട്രെയിനറിന്റെ ജിമ്മ് തന്നെയാണ്. ദിബു മുമ്പും എനിക്ക് വീട്ടിലായിരുന്നു വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 3 years ആയിട്ട് ദിബുവിനെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ അദ്ദേഹം ഈ ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഒരു 2 വർഷം ആകുന്നേ ഉള്ളൂ. പുള്ളി അവിടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു 2 years ആവുന്നുള്ളൂ. അപ്പോൾ ഒരു 1 year ആയിട്ട് ഞാൻ പിന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞ് താങ്ക് യു ദീപു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങൾ, നമ്മൾ അന്ന് ഒരു വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ഫിറ്റ്നസിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വെച്ച് നോക്കി ജിമ്മിൽ വരുന്നതും കൂടെ. ഞാൻ ദിബുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നത്തെ വർക്കൗട്ട് നമുക്ക് ജിമ്മിൽ വരാം, ഞാൻ ജിമ്മിൽ വരാൻ പറഞ്ഞപ്പോൾ ദിബു ഭയങ്കര ഹാപ്പി, വെരി ഗുഡ് എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത്. ബേബീനെ അവിടെ സുഖമായി പാലൊക്കെ കൊടുത്ത് ഉറക്കി വന്നേക്കുവാണ്. അപ്പം നമുക്ക് ഇനി നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ബാഗ് വേണമെങ്കിൽ അകത്ത് ലോക്കർ ഉണ്ട്, അകത്ത് ലോക്കറിൽ വെക്കാം. ഓക്കെ, ടവല് മാത്രം എടുക്കാം, ബോട്ടിലും എടുക്കാം. വെയിറ്റ് ഒക്കെ വിളിച്ചു പറയത്. 79. ഓക്കെ, അതെന്തിനാ പറയുന്നേ? ഓക്കെ, പോട്ടെ. അതൊക്കെ എഡിറ്റ് ചെയ്യാം. കൈ ഇങ്ങനെ വെക്കണം. അപ്പൊ ഇത് ഫോൺ നമ്പർ അടിക്കുന്ന നെക്സ്റ്റ് നമ്മുടെ ഓ, ഇത് എന്റെ പണ്ടത്തെ ആണോ? യെസ്, ഏജ് 29. യെസ്, അതും പറഞ്ഞു കൊടുത്തു. മനുഷ്യൻ എന്റെ വയസ്സും ഓക്കെ, പക്ഷെ എന്റെ വെയിറ്റും എന്റെ പ്രായം കിട്ടിക്കഴിഞ്ഞല്ലോ. പക്ഷെ ഇത് കുറയും. ബോഡി ഫാറ്റ് അങ്ങോട്ട് പോണ പോക്ക് കണ്ടത് ഇപ്പോ. കഴിഞ്ഞ ഓവർന്നൊക്കെ, അണ്ടറും അല്ല നോർമലും അല്ല, ഞാൻ ഓവറാ. പ്രിന്റ് ഒന്നും വേണ്ട. ആരെ കാണിക്കാൻ? മസിൽ മാസ് കുറവും ബോഡി വെയിറ്റ് ഓവർ കഴിഞ്ഞ് അവിടെ എവിടെ എത്തി. എനിക്ക് ഫാറ്റ് കൂടുതലാണ്. അതെനിക്ക് ഈ മിഷൻ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എനിക്കറിഞ്ഞൂടെ എനിക്ക് ഫാറ്റ് കൂടുതലാണെന്ന്. ബോഡി ഫാറ്റ് മാസ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആൾക്കാരെ പേടിപ്പിക്കാൻ. വലിയ കാര്യത്തിൽ ജിമ്മിലൊക്കെ വന്ന വർക്കൗട്ട് ചെയ്യാനുള്ള മൂടങ്ങ് പോയി. കുറയ്ക്കും, ഞാൻ എല്ലാം കുറയ്ക്കും. എന്തൊക്കെ പറയണ്ടേ? എത്ര അതൊന്നും പറയരുത്. അവർക്കിപ്പോ എന്റെ പ്രായവും കിട്ടിയിട്ടുണ്ട്, എന്റെ വെയിറ്റും കിട്ടിയിട്ടുണ്ട്.
എത്ര kg ഫാറ്റ് ആണോ എന്നുള്ളത് അതൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്കിപ്പോ വർക്കൗട്ടിലേക്ക് കിടന്നാലോ? ഓക്കെ. ഓക്കെ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്തെ നമ്മുടെ ഇവിടുത്തെ കോച്ചില്ല, എന്തായിരുന്നു പേര്? ഷിജിത്ത്, ഹെഡ് കോച്ച്. ഷിജിത്ത്. അപ്പൊ ആള് മറ്റേ ആനിമൽ ഫ്ലോ പഠിപ്പിക്കുന്നുണ്ട്. ദിവന് ഓർമ്മ ഉണ്ടോ? ദിവു എന്നെ പഠിപ്പിക്കാൻ ട്രൈ ചെയ്തത്. കുറെ ട്രൈ ശ്രമിച്ചായിരുന്നു. അതെ, അത് ആനിമൽ ഫ്ലോ ഞാൻ പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് ഞങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്നെ പഠിപ്പിച്ചു, അതൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഈ ഷൂട്ടും കാര്യങ്ങളും വരും, ഞാൻ പോകും, എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അന്ന് ആ സമയത്ത് ആനിമൽ ഫ്ലോ അത്രയും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ദിബുവിന്റെ വീഡിയോസ് കാര്യങ്ങളും കണ്ടിട്ട് എനിക്കത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടാണ് ഞാൻ പഠിക്കാൻ നോക്കിയത്. ഈ ആനിമൽ ഫ്ലോ ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതായത് ഓൾ ഇൻ വൺ ആണ്. നമ്മൾ ഈ എല്ലാ വർക്കൗട്ട് ചെയ്യുന്നത് ഒരു ആനിമൽ ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ? ഇത് പറയുന്ന ബോഡി വെയിറ്റ് ട്രെയിനിങ് പ്രോഗ്രാം പറയും. ക്വാഡ്രപ്പെഡൽ മൂവ്മെന്റ് ട്രെയിനിങ്, QMT. അതെന്താന്നോട് പറഞ്ഞു. ക്വാഡ്രപ്പെഡൽ മൂവ്മെന്റ് ട്രെയിനിങ് മനസ്സിലായല്ലോ അല്ലേ? ക്വാഡ്രപ്പെഡൽ പറയുമ്പോൾ 4 limbs, നമ്മുടെ 4 limbs യൂസ് ചെയ്തിട്ട് ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്തിട്ട് കുറെ ഡൈനാമിക് ആയിട്ട് മൂവ്മെന്റ് ചെയ്യും. അതാണ് ആനിമൽ ഫ്ലോയുടെ QMT ട്രെയിനിങ് പ്രോഗ്രാം പറയുന്നത്. ഈ ആനിമൽ, നിങ്ങൾ ഡ്രാഗ് ഫിറ്റിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് ആനിമൽ ഫ്ലോ ഇവർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ഇവരിവിടെ പഠിപ്പിക്കുന്നുണ്ട്, ആനിമൽ ഫ്ലോ മാത്രമായിട്ട് ഇവർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിയിൽ എന്തോ ഇപ്പം ആനിമൽ ഫ്ലോ റീജിയണൽ ലീഡറാണ് ദിബു. അപ്പം എനിക്ക് പഠിക്കാൻ കുറച്ചും കൂടെ ടൈം എടുക്കും. ജസ്റ്റ് കോഴ്സ് സ്ട്രെങ്തനിങ് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഓക്കെ, ഇനി പഠിച്ചെടുക്കണം. കാരണം ഒരുപാട് സെലിബ്രിറ്റീസിന്റെ പ്രൊഫൈലിലൊക്കെ അവർ ചെയ്യുന്നത് കാണുമ്പോഴേ നമുക്ക് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് വരും. പക്ഷെ പറ്റും അല്ലേ? ഓക്കെ. നമ്മൾ സെയിം ബ്രീത്തിങ് എക്സസൈസ് വന്നിട്ട് സുഖാസനം എഴുന്നിട്ട് ചിന്മുദ്ര പിടിച്ചിട്ട്. എന്താ ആസനം? സുഖാസനം. 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 സുഖം. സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? സുഖമായിട്ട് ഇരുന്ന് ചെയ്യാം, അതെനിക്ക് ഇഷ്ടമാണ്. അതാണ് സുഖാസനം. പദ്മാസനം ഇരുന്ന് ചെയ്യണ്ടേ, അപ്പോ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന് സുഖാസനം പറയണം. സുഖാസനം ജസ്റ്റ് പൊളിയായിട്ട് ഇരുന്നിട്ട് കൈ ചിന്ന മുദ്രയിൽ പിടിക്കുക. ചിന്നമുദ്രയിൽ പിടിക്കുക. കൊറേ ആയിട്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ ഓക്കെയാണോ ഇപ്പം? ഇരിക്കുന്ന പ്രശ്നമുണ്ടോ? ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. കുറെ നാളായതിന്റെ ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. നേരെ ഇരുന്നോ. ജസ്റ്റ് നേരെ, നട്ടൽസ് നേരെ, സ്പൈൻ നേരെ ആയിരിക്കണം. കൈ 2, ഇൻഡെക്സ് ഫിംഗർ, തമ്പ് ഫിംഗർ റൗണ്ട് ആക്കുക. ഒന്നുകൂടെ പറഞ്ഞുതരാമോ? എനിക്ക് എന്റെ ഫോക്കസ് മൊത്തം എന്റെ കാലിലേക്ക് പോയി. ഒരു മിനിറ്റ്. കാല് നല്ല സ്ട്രെച്ച്. ഇവിടെ വലിയ ഞാൻ എങ്ങനെയൊക്കെ ഇരുന്നോണ്ടിരുന്നതാ. ഓക്കെ. പെയിൻ തോന്നുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ വലിയുന്നു. പക്ഷെ കുഴപ്പമില്ല, അത് ആവട്ടെ, ഇതൊക്കെ ശരിയാവട്ടെ. ഓക്കെ, റെഡി. എന്താ ഇനി ചെയ്യണ്ടേ? ഇറക്കി വെച്ചാ മതി. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക, സുഖത്തിലിരിക്കണം. നേരത്തെ എനിക്ക് വലിയ സുഖമില്ലായിരുന്നു, ഇപ്പൊ സുഖമായി. പെയിൻ വരാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, നമ്മൾ കംഫർട്ട് ആയിട്ട് സുഖത്തിലിരിക്കുക. ബാക്ക് നട്ടിൽ നിന്ന് സ്റ്റേറ്റ്. ഓക്കെ. ചിന്മുദ്ര പറയുമ്പോൾ നമ്മുടെ തമ്പ് ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ ടിപ്പ് ടച്ച് ചെയ്യുക. ഓക്കെ, ബാക്കി സ്ട്രേറ്റ് ആയിരിക്കണം. ഓക്കെ. റിസ്റ്റ് വന്നിട്ട് നമ്മുടെ നീല് ടച്ച് ചെയ്യുക, ബാക്കിലോട്ട്. എൽബോ ഫോൾഡ്. ഓക്കെ. സെയിം നമ്മൾ ബ്രീത്തിങ് ബ്രീത്തിങ് ചെയ്ത് സെയിം ഇവിടെ തന്നെ. അത് 5 സെക്കൻഡ് 10 സെക്കൻഡ് അതാണോ? 5 സെക്കൻഡ് ബ്രീത്ത് ഇൻ, 10 സെക്കൻഡ് ബ്രീത്ത് ഔട്ട്. സെയിം വയറകത്തേക്ക് പിടിക്കുക, വരിപ്പിക്കുക. ഓക്കെ, ഇതിനാണ് സുഖാസന അല്ലേ? 1 2 3 4 5 breathe out. 1 2 3 4 5 6 7 8 9 10. Breathe in.
1, 2, 3, 4, 5. Breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in. 1, 2, 3, 4, 5. Breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Breathe in. 1, 2, 3, 4, 5. Breathe out. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ദിവു മലയാളി അല്ല. അതും ഇഷ്ടം. സത്യം. ദിവു മലയാളി അല്ല. അപ്പൊ ദിപു എനിക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോ ഞാൻ പറയും ഓക്കെ ദിപു പറഞ്ഞു കൊടുക്ക് എന്ന് പറയും. അപ്പം എന്റെ മലയാളം ശരിയാ, ദിപു മലയാളം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ഞാൻ ദിപുവിനെ വിടുന്ന മലയാളം പച്ച വെള്ളം പോലെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ചെയ്യുന്നു. ഇതെന്താണ്? ഇപ്പൊ ജിമ്മിൽ വരുമ്പോ ഇതുപോലത്തെ TRX ബാൻഡ് ഒക്കെ കാണും. നമുക്ക് അത് വെച്ചിട്ട് സപ്പോർട്ട് സ്കോട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട്. വീട്ടിലെ ജനലാണെങ്കിൽ നമുക്ക് ജിമ്മില് TRX ബാൻഡ്, TRX ബാൻഡ്. ഓക്കെ, ജസ്റ്റ് ഷോൾഡർ ലെവലിൽ ഓക്കെ. ജസ്റ്റ് സെയിം, ബ്രീത്ത് ഇൻ ഡൗൺ, ബ്രീത്ത് ഔട്ട് അപ്പ്. അതന്നെ മതി. 1, 2, 3, 4. കംഫർട്ട് ആണെങ്കിൽ അധികം സപ്പോർട്ട് എടുക്കാതെ കാല് വെച്ചിട്ട് തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നു. നമ്മുടെ സപ്പോർട്ടിൽ തന്നെ അപ്പ് ചെയ്യാൻ നോക്കാം. 6, 7, 8, 9, 10. Right. വീട്ടിൽ പക്ഷെ നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നല്ലോ. വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നതും ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യുന്നതും രണ്ടും ഡിഫറെൻ്റ് ആണ്. വീട്ടിൽ നമുക്ക് ഒന്നും പറ്റുന്നില്ല, പോകാനുള്ള സമയമോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാം. പക്ഷെ ബെറ്റർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വന്ന് പോകുന്നത് എൻ്റെ ഒരു പണിയെടുത്ത പോലെ ഒരു ഫീല്. സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് വീട്ടിലിരുന്ന് സിനിമ കാണുന്നതും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതും ഡിഫറെൻ്റ് ആണ്. എന്നുവെച്ചാൽ ഓക്കെ, അതായത് നമ്മൾ വീട്ടിലിരുന്ന് സിനിമ കാണുന്നത് ശരിയാണ്. വീട്ടിലിരുന്ന് നമ്മളൊരു മൂവി കാണുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇടയിൽ
നമ്മളൊന്ന് കിച്ചണിൽ കയറും അല്ലെങ്കിൽ ആരെയും വിളിച്ചാൽ അതിന് പോകും, പല പല കാര്യങ്ങൾക്കും പോകും, ഇരുന്ന് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ നോക്കുന്നുള്ളത് നമുക്ക് കറക്റ്റ് സിനിമ കാണാം. അതുപോലെ തന്നെയാണ് ശരിയാണ്. നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് ജിം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പിക്കു തന്നെയായിരുന്നു. കുഞ്ഞ് കരയുന്ന സമയത്ത് ഞാൻ പിക്കു പഠിച്ചേക്ക് എന്ന് പറഞ്ഞതിന് വേണ്ടി ഞാൻ കുക്കിങ് ആട്ടിക്കൊണ്ടിരിക്കും. ഞാൻ അവിടെ നിന്ന് വിളിക്കുകയും നമ്മൾക്ക് 100 കാര്യങ്ങൾ നമുക്കിടയ്ക്ക് വർക്കൗട്ട് കുറേ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ കംപ്ലീറ്റ്ലി അത് നമ്മളിലേക്ക് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. 24 മണിക്കൂർ 1 മണിക്കൂർ, അത് ഞാൻ പറയുന്ന അമ്മമാർ മാത്രമല്ല, ആർക്കും പറ്റില്ല. ആർക്കും 1 മണിക്കൂർ നമ്മൾ നമ്മളോട് സ്പെൻഡ് ചെയ്യും. പിന്നെ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ബൈ.